പോയിന്റിലെ കാര്യങ്ങളങ്ങ് എടുത്തു പോകാം. ഇനി കൂടുതലായിട്ട് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പം തൽക്കാലം ഫോക്കസ് പോയിന്റിൻ്റെ ആവശ്യമുള്ളൂ. ഇനി എൻട്രൻസ് ഒക്കെ എഴുതുന്നവർക്കാണ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. നിങ്ങൾ ഫോക്കസ് പോയിന്റിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് സിമ്പിൾ പാർട്ട് ഞാനത് എല്ലാവർക്കും എഴുതി തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. അതേ ഉള്ളൂ. പാർഷ്യൽ ഫ്രാക്ഷനോ ബൈ പാർട്സോ ഇല്ല. പിന്നെ നമുക്കിനി അടുത്ത ഡെഫിനിറ്റ് ഇൻ്റഗ്രലുണ്ട്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തുടങ്ങാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡെഫിനിറ്റ്. മറ്റേത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിരുന്നു. കാരണം അതിൻ്റെ വാല്യൂ എക്സിനെ ആശ്രയിച്ച്, നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്തെല്ലാം എക്സ് വരുന്നുണ്ട്, എക്സിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ അതിൻ്റെ ആൻസർ ഡെഫിനിറ്റ് കൃത്യമാണ്. അതായത് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും, കൃത്യമായിട്ടൊരു ആൻസർ കിട്ടും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് അതിൻ്റെ അകത്ത് എക്സ് കാണത്തില്ല, ഫുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അതാണ് ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പറയണമെങ്കിൽ നമുക്ക് രണ്ട് ലിമിറ്റ് വേണം. എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നു. അതായത് ഒരു ഫംഗ്ഷൻ y = f(x) എന്നുണ്ട്, y = f(x). ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ f(x) between the limits x = a to x = b. x = a തൊട്ട് x = b വരെ ഈ ലിമിറ്റിനുള്ളിലുള്ള ഇന്റഗ്രൽ കണ്ടാൽ മതി. a തൊട്ട് എക്സിന്റെ വാല്യൂ a തൊട്ട് b വരെ വേരി ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ള ഇന്റഗ്രൽ മാത്രം കണ്ടാൽ മതി. അപ്പം ആ ഇന്റഗ്രലിന് പറയുന്ന പേരാണ് ഇന്റഗ്രൽ ഓഫ് f(x) between the limits x = a and x = b is called definite integral of f(x) from x = a to x = b and is denoted by integral sign. ഓർക്കുന്നുണ്ടോ? ഇതാണ് ഇന്റഗ്രൽ സൈൻ. നമ്മൾ താഴെ a എഴുതും, a to b എന്നല്ലേ, മേളിൽ b എഴുതും. f(x) dx ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത്രയും നമുക്ക് നേരത്തെ പഠിച്ചാണ്. അപ്പർ ലിമിറ്റ് രണ്ട് ലിമിറ്റ് എഴുതും, എയും ബിയും. ഇതിൽ ഈ താഴെയുള്ള ലിമിറ്റിനെ ലോവർ ലിമിറ്റ് എന്ന് പറയും, ലോവർ ലിമിറ്റ്. മേളിലുള്ളതിനെ അപ്പർ ലിമിറ്റ് എന്ന് പറയും. ഡി എ നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് പറയും ഓഫ് ദ ഇന്റഗ്രൽ. ഇന്റഗ്രലിന് ലോവർ ലിമിറ്റും ഉണ്ട്, അപ്പർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും ഇല്ല. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ലിമിറ്റ് ഇല്ലാതെയുള്ള ഇന്റഗ്രൽ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് f(x) from x = a to x = b is denoted by integral from a to b f(x) dx. ഇനി ഇതിനൊരു ഡെഫിനേഷൻ ഒക്കെ ഉണ്ട്, ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചില ബുദ്ധിമുട്ടാണ്. അത് വെച്ച് പണ്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അത് ചോദിച്ചാലും അല്ലാത്ത പോർഷനിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയാണ്? അതിന് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്. ഈ ഇന്റഗ്രൽ f(x) dx സാധാരണ ലിമിറ്റ് ഇല്ലാതെയുള്ള ഇന്റഗ്രൽ നമുക്ക് ചെയ്യാൻ അറിയാം, സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിന്റെ വാല്യൂ ക്യാപിറ്റൽ f(x) ആണെങ്കിൽ നമ്മൾ പ്ലസ് സിയും കൂടെ എഴുതാറുണ്ട്. പക്ഷെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ കേസിൽ സി എഴുതേണ്ട കാര്യമില്ല, സി പൊക്കോളൂ, സിയുടെ ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ, നിങ്ങൾ എഴുതുമ്പോൾ ഈ പ്ലസ് സി ഒഴിവാക്കി എഴുതിയാൽ മതി. കിട്ടുവാണെങ്കിൽ ഇന്റഗ്രൽ ഫ്രം a to b f(x) dx എന്ന് പറയുന്നത്, ഇന്റഗ്രൽ ഫ്രം a to b f(x) dx എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ക്യാപിറ്റൽ f(x) ആണ്. അതിന് നമ്മൾ ലിമിറ്റ് കൊടുത്താൽ, ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക, a to b എന്ന് ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് ആയ b കൊടുക്കുന്നു. എക്സിന്റെ സ്ഥാനത്ത് b എഴുതുന്നു, f(b) മൈനസ് ഇട്ടിട്ട് എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് a കൊടുക്കുന്നു, f(a). അപ്പം നമ്മൾ c ഇവിടെ എഴുതിയാലും f(b) എഴുതുമ്പോഴും f(b) കാണുമ്പോഴും f(b + c) വരും, മൈനസ് f(a + c) വരും. മൈനസ് ഒരു ബ്രാക്കറ്റ് ഇടുക, അപ്പോൾ c ക്യാൻസൽ ചെയ്ത് വെക്കോളും. നമ്മൾ c എഴുതേണ്ട കാര്യമില്ല, c ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങ് ക്യാൻസൽ ചെയ്ത് വെക്കോളും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നല്ലേ. അപ്പോൾ ആദ്യം ഒരു c വരും, മൈനസ് കഴിഞ്ഞിട്ട് ഒരു c വരും, അപ്പോൾ c വെട്ടിപ്പോക്കോളും. അപ്പോൾ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ ചോദിക്കുന്ന കേസിൽ c അങ്ങ് ഒഴിവാക്കുക, സിയുടെ ആവശ്യമില്ല. ഇതാണ് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ f(x) ആണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാണാൻ ഇത്രയേ ഉള്ളൂ. ആ f(x)ന് ആദ്യം അപ്പർ ലിമിറ്റ് ആയ b കൊടുക്കുന്ന f(b) മൈനസ് ലോവർ ലിമിറ്റ് ആയ a കൊടുക്കുന്ന f(a). ഇവിടെ പുതിയതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിമിറ്റ് കൊടുത്താൽ പോരെ. എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നത്, അത് സാധാരണ വാല്യൂസാണ്. അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഇന്റഗ്രേഷനാണ് ഇവിടെ. ഇപ്പോൾ ഇന്റഗ്രേഷൻ പഠിച്ചവർക്ക് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രം. The integral 0 to 1 x/x² + 1 integral 0 to 1 x/x² + 1 dx. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം.
അപ്പോൾ അതിനായിട്ട് ലിമിറ്റ് ഇല്ലാതെയുള്ള ഇന്റഗ്രൽ എടുക്കുക. കൺസിഡർ ഇന്റഗ്രൽ x/x² + 1 dx. ലിമിറ്റ് നമുക്ക് അവസാനം കൊടുക്കാം. ആദ്യം സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ x/x² + 1 ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കാം. x4ന്റെ ഡെറിവേറ്റീവ് അല്ലേ 2x, x മേളിലുണ്ടല്ലോ. നമ്മൾ x² + 1 ഫുള്ളായിട്ട് u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാ കുട്ടി u = x² + 1 താഴെയുള്ളതിന് ഫുള്ളായിട്ട് u കൊടുത്തു. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. du/dx എന്ന് പറയുമ്പോൾ 2x + 0 വരും. x²ന്റെ 2x + 1ൻ്റെത് 0 വരും. ഇനി du എന്ന് പറയുന്നത് 2x × dx. നമുക്ക് ഇവിടെ x × dx ഉണ്ട്. അപ്പോൾ നമ്മൾ 2നെ ഇപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. du/2 = x × dx. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. therefore ഇന്റഗ്രൽ 1/x² + 1 അങ്ങ് മാറ്റി എഴുതി x dx രണ്ടാമത് എഴുതി ഈക്വൽ ടു ഇന്റഗ്രൽ 1/x² + 1 u എന്നല്ലേ കൊടുത്തേക്കുന്നത്. 1/u x dx പകരം du/2 കിട്ടി. du/2 1/2 വെളിയിലേക്ക് എടുക്കാം. 1/2 × ഇന്റഗ്രൽ 1/u du. 1/u ന്റെ ഇന്റഗ്രൽ അറിയാമല്ലോ, log മോഡുലസ് u. log മോഡുലസ് u പ്ലസ് എഴുതണ്ട. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ലേ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ലായിരുന്നുവെങ്കിൽ പ്ലസ് എ, ലിമിറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ പ്ലസ് എഴുതണം. ഇവിടെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ്റെ അത്, അതുകൊണ്ട് നമ്മൾ സി എഴുതണ്ട. log u. ഈ യുവിനെ മാറ്റാം. 1/2 × log മോഡുലസ് u എന്ന് പറയുന്നത് x² + 1 ആണ്. ഇനി യു മാറ്റാതെ നമുക്ക് ചെയ്യാം കേട്ടോ. യു മാറ്റാതെ ചെയ്യാൻ എൻ്റെ ഇവിടെ യു കൊടുക്കുമ്പോൾ തന്നെ ലിമിറ്റും കൂടെ അങ്ങ് മാറ്റിയാൽ മതി. പിന്നെ എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് തിരിച്ച് യു എക്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് ഇന്റഗ്രൽ കിട്ടി കണ്ടോ. ഇന്റഗ്രൽ കിട്ടി 1/2 log മോഡുലസ് x² + 1. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടാൽ മതി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഞാൻ അങ്ങോട്ട് എഴുതുവാണേ, വായിച്ചോളാം. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി therefore ഇന്റഗ്രൽ 0 to 1 x/x² + 1 dx = അപ്പോൾ ലിമിറ്റ് ഇല്ലാതെ ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് കിട്ടി 1/2 log മോഡുലസ്. അത് അവിടെ എഴുതുക. 1/2 log മോഡുലസ് x² + 1. ഇതിന് ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കും. ഇത് ബ്രാക്കറ്റിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ലിമിറ്റ് കൊടുക്കും 0 തൊട്ട് 1 വരെ. നമ്മളത് ആദ്യം സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ലിമിറ്റ് ഉള്ള ഇന്റഗ്രൽ എഴുതിയിട്ട് കിട്ടിയ ആൻസർ എഴുതുന്നു. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ലിമിറ്റും കൂടി എഴുതി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആദ്യം അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് ആയ 1 എക്സിനാണ് കൊടുക്കേണ്ടത്. എക്സിന് ലിമിറ്റ് ആയി 0യും 1 നമ്മൾ അങ്ങനെയല്ലേ. x = a 2x = b. എക്സിന് മാത്രം കൊടുത്താൽ മതി. എക്സിനെ കൊടുക്കാവുള്ളൂ. ഈ ലിമിറ്റ് എപ്പോഴും 0യും 1ഉം എക്സിൻ്റെതാണ്. അപ്പൊ അതേ കൊടുക്കാവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എക്സിനാണ് 2 കൊടുക്കുന്നത്. 1/2 log മോഡുലസ് 2 ആദ്യം 1 കൊടുക്കും. 1² + 1 ആദ്യം കൊടുക്കും. മൈനസ് ഇട്ടിട്ട് വേണം ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കാൻ. 1/2 log മോഡുലസ് 0² + 1. നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. 1/2 log 1² എന്ന് വെച്ചാൽ 1. 1 + 1 2. 2ന് മോഡുലസിന്റെ ആവശ്യമില്ലല്ലോ. 2 നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ മോഡുലസ് ഇടുന്നത്. മൈനസ് 1/2 log 0² 0 + 1 log 1. log 1ന്റെ വാല്യൂ നമുക്കറിയാം. log 1 ഓർത്തിരുന്നോണം 0 ആണ്. ഇതിന്റെ വാല്യൂ 0 വരും. 1/2 log 2 മൈനസ് log 1ന്റെ വാല്യൂ 0 വരും. ആൻസർ 1/2 log 2 കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഇന്റഗ്രേഷൻ അറിയാവുന്നവർക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് നിങ്ങൾ ഇന്റഗ്രേഷൻ ശരിക്കും പഠിച്ചോണം. അവിടെ കിട്ടും ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെങ്കിലും ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ കിട്ടും, ആ ക്വസ്റ്റ്യൻ കിട്ടും. എളുപ്പമാണ്. എളുപ്പം എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ അറിയാവുന്നവർക്ക് ഇവിടെ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. മൈനസ് ഇട്ടതിന് ശേഷം മാത്രം ലോവർ ലിമിറ്റ് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ there are 0 to π/2 sin x by 1 plus cos square x. sin x by 1 plus cos square x dx. നമ്മൾ ആദ്യം ഇന്റഗ്രൽ വെറും ഇന്റഗ്രൽ sin x by 1 plus cos square x dx ചെയ്യാൻ പോവാം. ഈക്വൽ ടു അപ്പോൾ നിങ്ങൾ നോക്കാം 1 plus cos square x ന് ഫുള്ള് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡിനോമിനേറ്ററിനൊക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. കൊടുത്താൽ 1 0 ഇപ്പം cos square x ന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ cos സ്ക്വയറിൻ്റെത് 2 × cos x × sin x ചെയിൻ റൂൾ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പക്ഷേ മേളിൽ sin x മാത്രമേ ഉള്ളൂ. ഈ sin x മാത്രമേ മേളിലുള്ളൂ.
അതുകൊണ്ട് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ്. നമ്മൾ കോസ് എക്സിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണേ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിന് കൊടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഞാനിവിടെ യു ഈക്വൽ ടു കോസ് എക്സ്, കോസ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് മേളിലുണ്ട്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പം ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. സൈൻ എക്സ് ഡി എക്സ് ഉണ്ട്, മൈനസിന് ഇപ്പം ഉള്ളത് മൈനസ് ഡി യു ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് വരും. അങ്ങനെ വരും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുന്നു ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോസ് എക്സിന് യു എന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോസ് സ്ക്വയർ എക്സ് വരുമ്പോൾ യു സ്ക്വയർ വരും ഇൻറ്റു സൈൻ എക്സ് ഡി എക്സിന് വരും മൈനസ് ഡി യു വരും. മൈനസ് ഡി യു മൈനസ് വെളിയിലേക്ക് എടുക്കുന്നു 1/1 പ്ലസ് യു സ്ക്വയർ ഡി യു. നമ്മൾ പഠിച്ച 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. റിസൾട്ടുകൾ പഠിക്കണം. അപ്പോൾ ഇവിടെ എക്സിന് വരെ യു ആണ്, ടാൻ ഇൻവേഴ്സ് യു വരും മൈനസ് ടാൻ ഇൻവേഴ്സ് യു വരും. നമ്മൾ യുവിനെ തിരിച്ച് കൊണ്ടുവരുന്നു മൈനസ് ടാൻ ഇൻവേഴ്സ് യുവിന് പകരം കോസ് എക്സ്. ഇതാണ് അതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് വരും. ഇനി ലിമിറ്റ് കൊടുത്താൽ മതി. ഇത് ചെയ്യാൻ അറിയാവുന്നവരെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിനെ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ലിമിറ്റ് 0 to π/2 therefore ഇന്റഗ്രൽ 0 to π/2 sin x by അത് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ആൻസർ ഇതിന്റെ ലിമിറ്റ് ഇല്ലാതെയുള്ള ഇന്റഗ്രൽ നമുക്ക് കിട്ടി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ആണ് ഇന്റഗ്രൽ. ലിമിറ്റ് കൊടുക്കുന്നു 0 തൊട്ട് π/2 വരെ, 0 to π/2. ഇനി ലിമിറ്റ് കൂടെ കൊടുത്താൽ മതി. ആദ്യം അപ്പർ ലിമിറ്റ് ആയ π/2 കൊടുക്കുന്നു. അപ്പം മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിന് പകരമാണ് π/2 കൊടുക്കുക, കോസ് π/2 മൈനസ് ഇനി ലോവർ ലിമിറ്റ് ആയി 0 കൊടുക്കണം. ലോവർ ലിമിറ്റ് ആയി 0 കൊടുക്കുമ്പോൾ ഒന്നുകൂടി മൈനസ് കൂടെ വരുന്നുണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളതുകൊണ്ട് മൈനസ് എഴുതി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും ആ മൈനസ് വരും. മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് 0 ശ്രദ്ധിച്ചോണം അത്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് കോസ് π/2ന്റെ വാല്യൂ അറിയാം, കോസ് 90. കോസ് π/2 കോസ് 90 എന്ന് വെച്ചാൽ 0 ടാൻ ഇൻവേഴ്സ് 0. മൈനസും മൈനസും പ്ലസ് ആകും. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് 0. കോസ് 0യുടെ വാല്യൂ അറിയോ? കോസ് 0 എന്ന് വെച്ചാൽ 1. മാറിപ്പോയത് വാല്യൂ പഠിക്കണം. ഇനി ടാൻ ഇൻവേഴ്സ് 0, ടാൻ ഇൻവേഴ്സ് 0 നമ്മൾ ഇൻവേഴ്സ് നേരത്തെ പഠിച്ചതാ. ടാൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ 0 ആണ്. ടാൻ 0 അല്ലേ 0. ടാനിന്റെ ഏത് വാല്യൂ ഏത് ആംഗിളിലാണ് 0 വരുന്ന നോക്കിയാൽ മതി. ടാനിന്റെ 0 ആണ്. പ്ലസ് ടാൻ ഇൻവേഴ്സ് 1, ടാനിന്റെ ഏത് ആംഗിളിനാണ് 1 വരുന്നത് നോക്കിയാൽ മതി. ഏത് ആംഗിളിനാണ് 1 വരുന്നത്? π/4. ആൻസർ π/4 വരും. ഇതെല്ലാം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ അത് ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചതാണ്. ഈ ചില വാല്യൂ കാണാൻ പഠിച്ചു നോക്കുക. ടാൻ ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ 0, ടാൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ചാൽ π/4. സൈൻ ഇൻവേഴ്സ് 1 ആണെങ്കിൽ π/2 വരും. കോസ് ഇൻവേഴ്സ് 1 ആണെങ്കിൽ 0 വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇതാണ് എൻ്റെ ആൻസർ. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ -1 to 1 dx by x square plus 2x plus 5. ഇതിന് ഇന്റഗ്രൽ വേണം. ആദ്യം അത് ലിമിറ്റ് ഇല്ലാതെയുള്ള ഇന്റഗ്രൽ ആദ്യം കണ്ടുപിടിക്കുക. ലിമിറ്റ് ഇല്ലാതെ എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 1/x² plus 2x plus 5 dx. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നമ്മുടെ സ്കൂളിൽ ക്ലാസ് എടുത്തില്ലായിരുന്നു ഇതിൻ്റെ ഇൻ്റഗ്രല്. അതിന് വരുന്നതേ ഉള്ളൂ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ പഠിക്കണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിക്കോണം. അപ്പം 1/x² plus bx plus c ഫോമിലല്ലേ ആ കിടക്കുന്നത്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും വീഡിയോയ്ക്ക് ഇട്ടതാണ്. x² plus 2x plus 5നെ നമ്മൾ സ്ക്വയർ ആക്കി മാറ്റുക. ഓർക്കുന്നുണ്ടോ സ്റ്റെപ്പ്? x² plus 2x plus 5നെ ആദ്യം x²ന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് 1 ആയിരിക്കണം. ഇവിടെ പോസിറ്റീവ് 1 നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കോമൺ ആയിട്ട് വെളിയിൽ എടുത്തോ. അപ്പം x² ഓക്കെ പ്ലസ് 2x. ഇനി ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുമ്പോൾ 1 വരും. 1ന്റെ സ്ക്വയർ. പിന്നെ അപ്പോൾ 1ന്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തു.
ആഡ് ചെയ്യുമ്പോൾ വാല്യൂ മാറാതിരിക്കാൻ മൈനസ് ചെയ്യണം. അപ്പം പിന്നെ ഇവിടെ ഒരു +5 ഉണ്ട്, ഇനി മൈനസും കൂടി ചെയ്തു. 1ന്റെ സ്ക്വയർ ആഡ് ചെയ്തു, 1ന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്തു. ഈ 1 കിട്ടിയത് എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫാ. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 2 ആണ്, ഇതിന്റെ ഹാഫ് എടുക്കണം. ഇനി ഇത് മൂന്നും കൂടെ ഒരുമിച്ച് നമ്മൾ സ്ക്വയർ ആക്കിയിരുന്നു. എക്സ് പ്ലസ് എക്സും 1ഉം എക്സ് പ്ലസ് 1 നടുക്ക് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 വരും, അത് 4 വരും. അപ്പം അതിന് നമുക്ക് സ്ക്വയർ ആയിട്ട് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ വന്നു. ഇനി ഇൻ്റഗ്രൽ 1/x² പ്ലസ് 2x പ്ലസ് 5 dx എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഇതിന് പകരം നമ്മൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിപ്പം 1/x² പ്ലസ് എ സ്ക്വയർ ഫോമായി. 1/x² പ്ലസ് എ സ്ക്വയർ ഫോമായി. എക്സിൻ്റെ അതിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/a tan inverse x/a ആണ്. 1/a ഇൻറ്റു tan inverse x/a ഇക്വേഷൻ ഒന്ന് കാണാൻ പഠിക്കണം. 1/x² പ്ലസ് എ സ്ക്വയർ 1/a tan inverse x/a. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എക്സ് പ്ലസ് 1 ആണ്, എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എഴുതാം 1/a tan inverse x/a എന്ന് എഴുതാം. പ്ലസ് എഴുതണ്ട, 1/a എന്ന് പറഞ്ഞാൽ a എന്ന് പറഞ്ഞാൽ 2 വരും. tan inverse x എന്ന് പറഞ്ഞാൽ x പ്ലസ് 1 വരും /2 വരും. ഇതാണ് അതിൻ്റെ ആൻസർ. 1/2 tan inverse x പ്ലസ് 1/2 ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോവാം. ഇൻ്റഗ്രൽ -1 to 1 നമ്മൾ ഈ ഇതിൻ്റെ ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടിയത് 1/2 tan inverse x പ്ലസ് 1/2. ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നു. ലിമിറ്റ് -1 to 1 -1 1 നമ്മൾ ലിമിറ്റ് അങ്ങ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം അപ്പർ ലിമിറ്റായ 1 കൊടുക്കുന്നു. 1/2 tan inverse 1 plus 1/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കും. 1/2 tan inverse x -1 plus 1/2 സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് 1/2 tan inverse 1 plus 1 is 2 2/2 എന്ന് വെച്ചാൽ 1 -1/2 tan inverse -1 plus 1 എന്ന് വെച്ചാൽ 0 ആയിപ്പോകും. 0 വരും. ഈ tan inverse 1 ഇപ്പം പറഞ്ഞാൽ 5/4 1/2 ഇൻറ്റു 5/4 -1/2 ഇൻറ്റു tan inverse 0യും പറഞ്ഞാൽ 0. അപ്പോൾ ആൻസർ അത് സെക്കൻഡ് പാർട്ട് ഫുള്ള് 0 ആയിപ്പോഴും ആൻസർ 5/8 വരും. 5/8 ക്ലിയർ ആയില്ലേ? Integral 4 to 5 e raised to x dx. Integral 4 to 5 e raised to x dx. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ e raised to x dx ഇൻ്റഗ്രേറ്റ് ചെയ്യും. e raised to x ൻ്റെ ഇൻ്റഗ്രൽ e raised to x തന്നെ. ഈ ലിമിറ്റ് കൊടുത്താൽ മതി. ഇൻ്റഗ്രൽ 4 to 5 e raised to x dx എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ e raised to x കിട്ടി. ലിമിറ്റ് കൊടുക്കുക 4 to 5 ലിമിറ്റ് അങ്ങ് കൊടുത്താൽ മതി. ആദ്യം എക്സിന് 5 കൊടുത്ത് e raised to 5 മൈനസ് എക്സിന് 4 കൊടുന്ന് e raised to 4. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ഇവിടെ ഇൻ്റഗ്രേഷൻ പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ആൻസറും പെട്ടെന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ -1 to 1 5x raised to 4 into root of x raised to 5 plus 1 dx. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ x raised to 5ന്റെ ഡെറിവേറ്റീവ് ആയി കിടക്കുന്നത്. x raised to 5 plus 1 ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പം u equal to x raised to 5 plus 1 du by dx എന്നുള്ളത് x raised to 5ന്റെ ഡെറിവേറ്റീവ് 5 into x raised to 4 plus 0 വരും. അപ്പം du എന്ന് പറയുന്നത് 5x raised to 4 dx വരും. ഓക്കെ, 5x raised to 4 ഉണ്ട്, ഇവിടെ dx ഉണ്ട്. ലിമിറ്റ് ഇല്ലാതെയുള്ള ഇൻ്റഗ്രൽ നമുക്ക് റൂട്ട് ആദ്യം എഴുതാം. x raised to 5 plus 1 into 5x raised to 4 dx എന്നുള്ളത് ഇൻ്റഗ്രൽ റൂട്ട് x raised to 5 plus 1 വരെ നമ്മൾ u കൊടുത്തു, റൂട്ട് u. ഇതിന് ഫുള്ളായിട്ട് du വരും.
റൂട്ട് യു ഡി യു. റൂട്ട് യു എന്ന് വെച്ചാൽ യു റേസ് ടു 1/2 ഇല്ലേ, യു റേസ് ടു 1/2 ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1, യു റേസ് ടു 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1. ഇനി യുവിന്റെ വാല്യൂ മാറ്റി കൊടുക്കുക. യുവിന്റെ വാല്യൂ 5 എക്സ് റേസ് ടു 5 പ്ലസ് 1 ഉണ്ട്. എക്സ് റേസ് ടു 5 പ്ലസ് 1 റേസ് ടു 1/2 പ്ലസ് 1 എന്ന് വെച്ചാൽ 3/2 ആണ്, ബൈ 3/2. ബൈ 3/2 നമുക്ക് തിരിച്ചിടാം. ബൈ വരുമ്പോൾ തിരിച്ചിട്ട് വിളിച്ചാൽ പറയാം. 2/3 ബൈ 3/2 ഇൻറ്റു 2/3 2/3 ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് 1 ഹോൾ റേസ് ടു 3/2 ഇടുക. കാരണം ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ ഇത് അണ്ടർലൈൻ ചെയ്താൽ മതി. ലിമിറ്റ് കൊടുക്കേണ്ടതുകൊണ്ട് ബൈ 3/2 ഇൻറ്റു 2/3 നിങ്ങൾ എഴുതുന്നുള്ളത്. റെസിപ്രോക്കലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 3/2 റെസിപ്രോക്കല് 2/3 ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് 1 ഹോൾ റേസ് ടു 3/2. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോകും. അത്രയും നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. therefore ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ ഈക്വൽ ടു, ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി 2/3 എക്സ് റേസ് ടു 5 പ്ലസ് 1 ഹോൾ റേസ് ടു 3/2. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് ഫ്രം -1 to 1. ആദ്യം അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുമ്പോഴത്തേക്കും 2/3 ഇൻറ്റു എക്സിനാണ് 1 കൊടുക്കുന്നത്. 1 റേസ് ടു 5 പ്ലസ് 1 ഹോൾ റേസ് ടു 3/2 മൈനസ് ഇടുക. ലോവർ ലിമിറ്റ് കൊടുക്കുക. 2/3 ഇൻറ്റു -1 റേസ് ടു 5 പ്ലസ് 1 ഹോൾ റേസ് ടു 3/2. സിംപ്ലിഫൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2/3 ഇൻറ്റു 1 റേസ് ടു 5 വെച്ചാൽ 1 പ്ലസ് 1 is 2 വരും. 2 റേസ് ടു 3/2 മൈനസ് 2/3 ഇൻറ്റു -1 റേസ് ടു 5 എന്ന് വെച്ചാൽ -1 റേസ് ടു 5 എന്ന് പറയുമ്പോൾ -1 വരും. -1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 0 വരും. അത് 0 വരും. അപ്പോൾ ആൻസർ ഇത്രയേ ഉള്ളൂ. 2/3 ഇൻറ്റു 2 റേസ് ടു 3/2. അത്ര എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ x by x സെയിം ക്വസ്റ്റ്യൻ ലിമിറ്റ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഇന്റഗ്രൽ 0 to 1 x into e raised to x square dx. x into e raised to x square dx. x square ഡെറിവേറ്റീവ് അല്ലേ x. 2x ആണെങ്കിലും x അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. u equal to x square du by dx equal to 2x. du is equal to 2x into dx. നമുക്കിവിടെ x into dx ഉള്ളൂ. അപ്പം du by 2 വരും. du by 2 equal to x into dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ ലിമിറ്റ് ഇല്ലാതെ ഇന്റഗ്രേറ്റ് ചെയ്യും. e raised to x square ആദ്യം എഴുതി ഇൻറ്റു എക്സ് ഡി എക്സ് രണ്ടാമത് എഴുതി ഈക്വൽ ടു e raised to x square പകരമാണ് നമ്മൾ u കൊടുത്തത്. u ഇൻറ്റു എക്സ് ഡി എക്സിന് പകരം du by 2 വരും. അപ്പം 1/2 വെളിയിലിട്ടു. ഇന്റഗ്രൽ e raised to u du. e raised to uവിൻ്റെ ഇന്റഗ്രൽ e raised to u തന്നെ. ഈ u മാറ്റുക. 1/2 e raised to x square 1/2 e raised to x square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനി ലിമിറ്റ് കൊടുത്താൽ മതി. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടിയാൽ അവിടെ കൊടുക്കുക 1/2 e raised to x square. ലിമിറ്റും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 to 1 ഇത്രയും ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 1/2 ഇൻറ്റു ആദ്യം എക്സിന് 1 കൊടുക്കുന്നു. e raised to 1 വരും. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെ വരും. മൈനസ് 1/2 ഇൻറ്റു e raised to 0യുടെ സ്ക്വയർ 0 വരും. 1/2 ഇൻറ്റു e raised to 1 വെച്ചാൽ 1/2 e തന്നെ വരും. മൈനസ് 1/2 ഇൻറ്റു e raised to 0 ഏത് നമ്പർ raised to 0 വന്നാലും 1 ആണ്. പിന്നെ 1/2 വെളിയിലെടുക്കാം. e മൈനസ് 1 1/2 ഇൻറ്റു e മൈനസ് 1 ക്ലിയർ ആയോ? ഓക്കെ. നമുക്ക് ഇന്റഗ്രേഷൻ അറിയാമെങ്കിൽ ഇന്റഗ്രേഷൻ പഠിച്ചവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ചാപ്റ്റർ തന്നെ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഡെഫിനറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ പോരെ. ലിമിറ്റ് അപ്ലൈ ചെയ്ത് ഇതിന് മാത്രം വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് രണ്ടാമത് കൊടുത്തു. സിംപ്ലിഫിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യനോടെ ഇന്റഗ്രൽ 0 to 2 6x plus 3 by
എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ്. അപ്പം നമുക്കത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. 0 to 2 വിട്ടേക്ക്. 6x പ്ലസ് 3 ഇല്ലായിരുന്നെങ്കിൽ ഈ എക്സ് സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ് സ്ക്വയർ പ്ലസ് 4 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിയായിരുന്നു. എക്സ് സ്ക്വയർ പ്ലസ് 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ 2x വരും. 2xന് 6x വരും, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു പ്ലസ് 3 കൂടെ വരുന്നതുകൊണ്ട് അത് നടക്കത്തില്ല. 3 ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് വേണ്ടി വരില്ല, പെട്ടെന്ന് കിട്ടും. 3 കൂടെ ഉള്ളത് കൊണ്ട് അത് നടക്കത്തില്ല. നമ്മൾ വേറെ രീതി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 6x പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ്. അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 6x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4ഉം പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4ഉം ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നമുക്ക് രണ്ട് ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രൽ 6x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ് പ്ലസ് 3 വെളിയിലേക്ക് എടുക്കുക. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഡി എക്സ്. നിങ്ങൾ രണ്ട് ഇൻ്റഗ്രൽ നോക്കുക. ഇവിടെ ഇപ്പം ഇതുണ്ട്, 3 മാറി എക്സ് മാത്രമായി. ഇപ്പം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഇവിടെ കിട്ടും. ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം അല്ലേ. 4നെ നമുക്ക് 2 സ്ക്വയറിന് വേണേൽ എഴുതാം. ഇവിടെ 4ന് പകരം നമുക്ക് 2 സ്ക്വയറിന് എഴുതാം. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അത് നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 4ന് യു കൊടുക്കും. ഡി യു ബൈ ഡി എക്സ് എന്നുള്ളത് 2x പ്ലസ് 0 വരും. ഡി യു എന്ന് പറയുന്നത് 2x dx വരും. ഇവിടെ 6x ഉണ്ട്. 6xനെ 3 × 2x വരാം. അപ്പോൾ 3 വെളിയിലേക്ക് എടുക്കാം. 3 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2x dx വരാം. ഓക്കെ, 6നെ 3 × 2 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ അറിയാം, 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇല്ലേ. അപ്പോൾ നമുക്ക് 1 ബൈ എ tan ഇൻവേഴ്സ് എക്സ് ബൈ എ എഴുതാം. എ ആയിട്ട് 2 വരും. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമാ. അതിൻ്റെ ഇൻ്റഗ്രൽ 1 ബൈ എ tan ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ഇവിടെ നമ്മൾ 3 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ യു എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 4നെ 1 ബൈ യു എന്ന് കൊടുക്കാം. 2x dxന് പകരം ഡി യു കൊടുക്കാം. 1 ബൈ യു ഡി യു പ്ലസ് 3 ഇൻറ്റു 1 ബൈ എ എന്ന് വെച്ചാൽ 2 ആണ്. tan ഇൻവേഴ്സ് എക്സ് ബൈ 2. ഈ 1 ബൈ യുവിൻ്റെ ഇൻ്റഗ്രൽ അറിയാമല്ലോ. 1 ബൈ യുവിൻ്റെ ഇൻ്റഗ്രൽ 3 ഇൻറ്റു ലോഗ് മോഡുലസ് യു പ്ലസ് 3/2 ഇൻറ്റു tan ഇൻവേഴ്സ് എക്സ് ബൈ 2. ഈ യുവിനെ നമ്മൾ മാറ്റുള്ളൂ. നമുക്ക് എക്സ് മാത്രം മതി. യുവിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് 4 അതവിടെ കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലോഗ് മോഡുലസ് എക്സ് സ്ക്വയർ പ്ലസ് 4. യുവിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 4 കൊടുത്തു. പ്ലസ് 3/2 tan ഇൻവേഴ്സ് എക്സ് ബൈ 2. ഇതാണ് അതിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ ഇത് നിങ്ങൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരിടത്ത് ഡയറക്റ്റ് ഇക്വേഷൻ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്താൽ മതി. therefore integral 0 to 2 equal to ഇതിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷൻ വാല്യൂ ഇവിടെ കിട്ടിയല്ലോ, അത് ഫുൾ എഴുതുക. 3 ഇൻറ്റു ലോഗ് മോഡുലസ് എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 3/2 tan ഇൻവേഴ്സ് എക്സ് ബൈ 2. ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2 ആണ്. 0 to 2 ഈ ലിമിറ്റ് കൊടുത്താൽ മതി. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. മൈനസ് ഇട്ടിട്ട് ഒന്നിലധികം ടേം ഉണ്ട്, ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അപ്പർ ലിമിറ്റ് ആദ്യം 2 കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലോഗ് മോഡുലസ് എക്സിന് 2 കൊടുക്കുന്നു. അപ്പം 2 സ്ക്വയർ പ്ലസ് 4 വരും. പ്ലസ് 3/2 tan ഇൻവേഴ്സ് 2/2 മൈനസ് ഈ ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോവാം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. ഞാനിവിടെ 2 ടേം ഇല്ല, 2 ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഇത്രയും നേരം നമ്മൾ ചെയ്യുന്നതൊക്കെ ഒറ്റ ടേമേ ഉള്ളായിരുന്നു. 2 ടേം ഉള്ളതുകൊണ്ട് മൈനസ് കഴിഞ്ഞാൽ അതിന് ഫുള്ള് മൈനസ് ഉണ്ട്, ബ്രാക്കറ്റ് ഇടണം. എക്സിന് 0 കൊടുക്കുന്നു. 3 ലോഗ് മോഡുലസ് 0 പ്ലസ് 4 പ്ലസ് 3/2 tan ഇൻവേഴ്സ് 0 വരും. That is equal to 3 log 2 square 4 plus 4 8 മോഡുലസിന്റെ ആവശ്യത്തിൽ 3 log 8 വരും. പ്ലസ് 3/2 tan ഇൻവേഴ്സ് 1 മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 3 log 4 വരും. 3 log 4 വരും. അടുത്തത് മൈനസ് tan ഇൻവേഴ്സ് 0 വന്നു. tan ഇൻവേഴ്സ് 0 എന്ന് വെച്ചാൽ 0 ആയി. അപ്പോൾ മൈനസ് 0 വരും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 3 log 8
പ്ലസ് 3/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ചാൽ 5/4 മൈനസ് 3 log 4. ഇനി വേണം സിംപ്ലിഫൈ ചെയ്യാം. മനസ്സിലായോ? ഇവിടെ നമുക്ക് 3 log 8 പ്ലസ് 3π/8 എന്നുള്ള മൈനസ് 3 log 4. ഈ 3 log ഒരുമിച്ച് എഴുതിയാൽ വേണേൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ആവശ്യം ഇത്ര എഴുതിയാലും മതി. ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സാധാരണ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പം പഠിക്കാനുള്ളത്. അത് നിങ്ങൾ ശരിക്കും പഠിക്കുക. ഓക്കെ, താങ്ക് യു.